गोपीजन वल्लभ गिरिवरधारी जय राधा माधव कुंज बिहारी। गोपीजन वल्लभ गिरिवरधारी यशोदानंदन व्रज जनरंजन। यशोदानंदन व्रज जनरंजन। यमुनतीर वनचारी यमुनतीर वनचारी। जय राधा माधव कुंज बिहारी। गोपीजन वल्लभ गिरिवरधारी। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. നമ്മള് രണ്ടാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 42, 43, 44 ശ്ലോകങ്ങളായിരുന്നു ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ കണ്ടു 42ാമത്തെ ശ്ലോകത്തില് അല്ലെ, വ്യവസായാത്മിക ബുദ്ധിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. വാട്ട് ആർ ദി ഒബ്സ്റ്റക്കിൾസ്, എന്തൊക്കെയാണ് തടസ്സങ്ങൾ എന്ന്. അതായത് പുഷ്പിതാം വാചം അതന്ത്യ വിഭജിന്തിത, അതായത് ഈ മൂഢന്മാരായിട്ടുള്ള വ്യക്തികള് അവര് പുഷ്പിതാവാചം വേദങ്ങളുടെ ഫലങ്ങൾ പറയുന്ന വാചകങ്ങൾ ശ്രവിച്ചിട്ട് അവര് അതിൽ ആസക്തരായിട്ട് കാമാത്മന സ്വർഗപരാ ജന്മകർമ്മ ഫലപ്രദ, അതുപോലെ ഭോഗൈശ്വര്യ ഗതിം, അതായത് അതിലെ കാമാസക്തമായിട്ടുള്ള, അതായത് ഭൗതിക ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന അത്തരത്തിലുള്ള വാചകങ്ങൾ ശ്രവിച്ചും, അതുപോലെ സ്വർഗപ്രാപ്തിയെ കുറിച്ച് ചിന്തിച്ചും, അതുപോലെ ഭോഗ ഐശ്വര്യ ഇവയൊക്കെ കുറിച്ച് ചിന്തിച്ചിട്ട് ആ വാചകങ്ങളിൽ ആസക്തരായിട്ട് അവര് വേദങ്ങളുടെ ആ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതായത് വ്യവസായാത്മിക ബുദ്ധി, ഏക ബുദ്ധി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇല്ലാതാകുന്നത്, അതായത് ദൃഢനിശ്ചയം ഇല്ലാതാകുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് പല വിധത്തിലേക്ക് ഒരുവന്റെ ചിന്ത പോകുന്നത്, അതിനൊക്കെ കാരണം ആയിട്ടുള്ള കാര്യം എന്തെന്ന് നമ്മള് ഈ 2 ശ്ലോകങ്ങളിലായിട്ട് കണ്ടു. എന്തേന്ന്? കാമാത്മന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദ, അതുപോലെ ഭോഗൈശ്വര്യ, അതാണ് ഏറ്റവും പ്രധാനം. ഏറ്റവും വ്യവസായാത്മിക ബുദ്ധി ഇല്ലാതെ പോകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഭോഗത്തിനോടും ഐശ്വര്യത്തിനോടുമുള്ള ആസക്തിയാണ്. അത് അങ്ങനെ ആസക്തി വെച്ച് പുലർത്തുന്നവർ എന്താണ്? മൂഢന്മാരുമാണ് എന്ന് നമ്മൾ കണ്ടു. അതുപോലെ 44ാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം, അതായത് ഭോഗൈശ്വര്യ പ്രസക്താനാം, സക്താനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആസക്തി, പ്രസക്താനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ആസക്തി, അതാണ് പ്രസക്താനാം. ആ വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കാനുള്ള കാരണം അതാണ്. അതിന്റെ ഭോഗത്തിനോടും ഐശ്വര്യത്തിനോടുമുള്ള അമിതമായ ആസക്തി, അതാണ്. അതുകൊണ്ടിട്ട് തയാപഹൃത ചേതസാം, ചേതസാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനസ്സ്. ആ മനസ്സിന് എന്താണ് സംഭവിക്കുന്നത്? തയാപഹൃത, അപഹൃത,
ആ മനസ്സ് അപഹരിക്കപ്പെടുകയാണ്. എന്തിലേക്ക്? ഈ ഐശ്വര്യങ്ങളിലോട്ടും ഭോഗത്തിലോട്ടും ഒക്കെ. അങ്ങനെ ആ മനസ്സ് അപഹരിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? ചഞ്ചലമാകും മനസ്സ്. ആ ചഞ്ചലമാകുമ്പോഴത്തേക്കും എന്താണ്? തന്റെ ചിന്താഗതികൾ, മനസ്സ് ചഞ്ചലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അവസ്ഥ എന്തായിരിക്കും? ആ ആ വ്യക്തിയുടെ ചിന്തകൾ പല കാര്യങ്ങളിലേക്ക് തിരിയും, അല്ലെ? 41 ശ്ലോകത്തില് ഭഗവാൻ അതായിരുന്നു പറഞ്ഞത്. എങ്ങനെയാണ് ഒരുവന്റെ ചിന്ത പല ഇതിലേക്ക് പോകുന്നത്? ആ മനസ്സ് അപഹരിക്കപ്പെടുമ്പോ, ഈ ഭോഗത്തിലേക്കും ഐശ്വര്യങ്ങളിലേക്കും മനസ്സ് അപഹരിക്കപ്പെടുമ്പോ വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയത്തെ. എന്ത് ഉണ്ടാകില്ല? വ്യവസായാത്മിക ബുദ്ധി ആ വ്യക്തിയിൽ ഉണ്ടാകില്ല. ആ വ്യക്തിയിൽ അങ്ങനെ ഒന്ന് നിലനിൽക്കില്ല. അതായത് ഏകാഗ്രഹമായ ദൃഢനിശ്ചയമുള്ള ഒരു മനസ്സ് ആ വ്യക്തിയിൽ, ആ ഒരു ബുദ്ധി ആ വ്യക്തിയിൽ ഉണ്ടാവുകയില്ല. അതും നമ്മൾ കണ്ടു. അവിടെ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞിരുന്നു കൊച്ചുകുട്ടികളുടെ, അല്ലെ? കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു ആരെങ്കിലും വന്നിട്ട്, അറിയാത്ത ആരെങ്കിലും വന്നിട്ട് മുട്ടായി തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആ മുട്ടായിയിൽ മാത്രമായിരിക്കും ആ കുട്ടിയുടെ ചിന്ത. അതില് ആകൃഷ്ടനായിട്ട് ആ മുട്ടായി ആ കുട്ടി മേടിക്കും. പക്ഷെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വളർന്നിട്ട് ഒരു ചിന്താശേഷിയൊക്കെ വരുമ്പോഴത്തേക്കും തങ്ങളുടെ നേരെ ഒരു അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തി ഒരു മുട്ടായി നീട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്ത് ആ കുട്ടി ഒന്ന് ചിന്തിക്കും. ഒന്ന് ചിന്തിക്കാൻ മാത്രമല്ല, തൊട്ടടുത്ത് ആരെങ്കിലും ഉണ്ട് എങ്കിൽ, തന്റെ മാതാവോ പിതാവോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും തന്റെ അടുത്ത് ഉണ്ട് എങ്കിൽ ആ കുട്ടി ഒന്ന് അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കും, ഒന്ന് അനുവാദം ചോദിക്കും, അല്ലെ? അതൊരു കൺസെന്റ് ചോദിക്കുന്നതാണ്. വാങ്ങിക്കാമോ എന്ന് അതിങ്ങനെ ചോദിക്കും. ചോദിച്ചിട്ട് അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടി അത് വാങ്ങിക്കുകയുള്ളൂ. അത് ആ ഒരു ചിന്താശേഷിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ചിന്താശേഷി ഉടലെടുക്കുകയില്ല. കാരണം മനസ്സ് അപഹൃതമാണ്, മനസ്സ് ചഞ്ചലമായിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടിട്ട്? ഭോഗത്തിനോടും ഐശ്വര്യത്തിനോടുമുള്ള ആസക്തി കൊണ്ടിട്ട്. 45 ശ്ലോകം നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരുന്നു. പക്ഷെ നമുക്ക് അത് പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഇന്ന് തൊട്ട് അത് ആദ്യം ചർച്ച ചെയ്യാം. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്തു നിർയോഗക്ഷേമ ആത്മവാൻ. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്തു നിർയോഗക്ഷേമ ആത്മവാൻ. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അർജുന, നീ അവയെ അതിക്രമിക്കണം. ദ്വന്ദ്ങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സ് ഉറപ്പിക്കുക. അതായത് ത്രൈഗുണ്യ വിഷയ വേദ, വേദങ്ങളിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ത്രിഗുണങ്ങളാണ്: സത്വ, രജസ്, തമസ്. നിസ്ത്രൈഗുണ്യോ ഭവാർജുന, ഇവയെല്ലാം നീ മറികടക്കണം അർജുന. നിർദ്വന്ദ്വോ, അതായത് ദ്വന്ദ്ങ്ങളെയും, നിത്യസത്വസ്തോ, അതുപോലെ സത്വസ്ഥനായി, അതായത് സ്പിരിച്വൽ ആയിട്ട് നീ നിലനിൽക്കാൻ തയ്യാറാകണം. അതുപോലെ നിർയോഗക്ഷേമ ആത്മവാൻ, നീ ഒരിക്കലും നിന്റെ ക്ഷേമത്തെയും കുറിച്ച് ചിന്തിതനാകരുത്. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലാഭത്തെക്കുറിച്ചും ക്ഷേമം അതുപോലെ ഭദ്രതയെ കുറിച്ചിട്ടും നീ ചിന്തിച്ച് വ്യാകുലനാകരുത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവിടെ ഇത് പറയുമ്പോഴത്തേക്കും നിർയോഗക്ഷേമ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിർയോഗക്ഷേമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാഭം, എന്താണ് ലാഭം അല്ലെങ്കിൽ എന്താണ് നിന്റെ ഭദ്രത എന്നതിനെ കുറിച്ച് നീ ചിന്തിതനാകരുത് എന്ന്. പക്ഷേ നിന്റെ ലാഭത്തെയും നിന്റെ ഭദ്രതയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് ഭഗവാൻ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. ഏതാണ്? 9 അധ്യായത്തില് 22 ശ്ലോകം, അല്ലെ? അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം. ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? നിർയോഗക്ഷേമ. നീ ഇപ്പോ നിന്റെ യോഗത്തെയും ക്ഷേമത്തെയും കുറിച്ച് ഇപ്പൊ നീ ചിന്തിതനാകേണ്ടതേ ഇല്ല. പക്ഷെ 9 അധ്യായത്തില് ഭഗവാൻ അർജുനന്റെ അടുത്ത് പറയുന്നത് എന്താണ്? യോഗക്ഷേമം വഹാം അഹം. അതായത് എന്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. ഇപ്പൊ ഭഗവാൻ അർജുനടുത്ത് പറയുന്നു നീ അതിനെക്കുറിച്ച് ചിന്തിതനാകേണ്ട എന്ന്. പക്ഷേ
പിന്നീട് ഭാവിയില് വരും അധ്യായങ്ങളിലായിട്ട് നമ്മൾ കാണും എന്ത് ഭഗവാൻ പറയുന്നു അവർക്കുള്ളതെല്ലാം ഞാൻ സംരക്ഷിച്ചുകൊള്ളും എന്ന്. അപ്പോ ഇവിടെ നമുക്ക് വീണ്ടും ഈ ശ്ലോകത്തിലേക്ക് തിരിച്ചു വരാം. അതായത് ഈ ത്രിഗുണങ്ങളായിട്ടുള്ള വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ വേദങ്ങൾ അവയെ നീ മറികടക്കുകയും നീ ദ്വന്ദ്ങ്ങളെ നീ മറികടക്കുകയും അതുപോലെ സത്വസ്തു. അപ്പൊ നമ്മൾ ചിന്തിക്കും സത്വ രജസ് തമസ് ഇവ അടങ്ങിയിട്ടുള്ളതാണല്ലോ ഈ ത്രിഗുണങ്ങൾ, അതിനെ മറികടക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന സത്വസ്തു എന്താണ്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ ആധ്യാത്മികതയിൽ അതിൽ നീ ഉറച്ചു നിൽക്കണം എന്നാണ് പറയുന്നത്. സത്വം എന്ന് പറയുന്നത് ഗുഡ്നെസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അതിനേക്കാളിലും പ്യുവർ ആയിട്ടുള്ള അതിലും ശ്രേഷ്ഠമായ ഒരു സ്ഥിതിയാണെന്ത് ഈ നിത്യസത്വസ്തു എന്ന് പറയുന്നത്. അതായത് എന്താണ്? അത് ആധ്യാത്മികയിൽ നിലനിൽക്കണം എന്നാണ് ഭഗവാൻ അർജുനടുത്ത് പറയുന്നത്. ആധ്യാത്മികതയിൽ നിലനിൽക്കുക, അല്ലാതെ ഈ ത്രിഗുണങ്ങളിലെ സത്വഗുണം എന്നല്ല ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അതിലും ശ്രേഷ്ഠമായതാണെന്ത്? ആധ്യാത്മികതയിൽ നിലനിൽക്കുക എന്നത്. അതിൽ നിലനിൽക്കാനാണ് ഭഗവാൻ ഇവിടെ അർജുനന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ത്രിഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ വേദങ്ങളെ അവയെ നീ മറികടക്കണം എന്ന് ഭഗവാൻ അർജുനന്റെ അടുത്ത് പറയുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും ഈ വേദങ്ങൾ എന്ന് പറയുന്നത് യാതൊരു പ്രസക്തിയും ഇല്ലാത്തതാണോ? ഈ വേദങ്ങൾക്ക് യാതൊരുവിധ പ്രസക്തിയും ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ വേദങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ചില വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ ചില വ്യക്തികളില് വേദങ്ങൾക്ക് പ്രസക്തി ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഏകാദശി വ്രതം നമ്മൾ എടുക്കുന്നതാണ്. അതിന്റെ നിഷ്ഠയും അതിന്റെ ചിട്ടയും അടുക്കും എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ആ ഒരു ഏകാദശി വ്രതത്തെ നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞു തന്നതനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്? ഭഗവാനോടൊപ്പം വസിക്കുക, അതിനൊരു ദിവസമായിട്ടാണ്. അതായത് ആ ഒരു ദിവസത്തിൽ എത്രയും ആണോ അതിന് മുന്നേയുള്ള ദിവസങ്ങളിൽ ഭക്തിയുത സേവനം ചെയ്യുന്നത്, അതിലും ശ്രേഷ്ഠമായിട്ട് കൂടുതലായിട്ട് ആ ഒരു ദിവസം ഭക്തിയുത സേവനം ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും എല്ലാ ഏകാദശി ദിവസങ്ങളിലും എന്താണ് ഭഗവത്ഗീത പാരായണം നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ കുറച്ചും കൂടി ശ്രേഷ്ഠമായി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുക. പക്ഷേ ചിലരെന്താണ് ഈ ഏകാദശി വ്രതത്തിനെ അതിന്റെ ഫലപ്രാപ്തി ചിന്തിച്ചിട്ട് അത് അനുഷ്ഠിക്കുന്നവരുണ്ട്. അതായത് ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്നതൊക്കെ ജീവിതത്തിൽ നേടാൻ സാധിക്കും, ആ ചിന്ത കൊണ്ടിട്ട് ഏകാദശിയെ സമീപിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അറ്റ്ലീസ്റ്റ് അവർ ആ ഒരു ദിവസം എങ്കിലും ആ ഒരു ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടും. അതായത് ഏകാദശി ദിവസം മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ചിട്ട് അരിയാഹാരം ഉപേക്ഷിച്ചിട്ട് ഫലത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണെങ്കിലും അവർ ആ ഒരു ദിവസം അതിന് വേണ്ടിയിട്ടായിട്ട് മാറ്റിവെക്കും. അതാണ് വേദങ്ങളില് ഫലോദിഷ്ടമായിട്ട് ചില കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്നതൊക്കെ ലഭിക്കും. അത് കേട്ടിട്ടെങ്കിലും ആ ഒരു സേവനത്തിനായിട്ട് അവർ ഇറങ്ങിത്തിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും അതിന്റെ ഫലോദിഷ്ട കർമ്മത്തെ ചിന്തിച്ചിട്ടല്ല നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ അതിൽ ഭക്തിയുത സേവനം മെയിനായിട്ട് കണ്ടിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ ചില വ്യക്തികൾ അവരില് ഈ തരത്തിലുള്ള ആസക്തി കൊണ്ടിട്ട് അവർ അറ്റ്ലീസ്റ്റ് ആ ഒരു ദിവസം മത്സ്യമാംസാദികൾ കഴിക്കാതെയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഈ തരത്തിലുള്ള ഫുഡ് ഈ പ്രസാദം അതിനകത്ത് തന്നെ അരിയാഹാരം ഒക്കെ ഉപേക്ഷിച്ച് ആ ഒരു ദിവസം ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാൻ തയ്യാറാകും. അതുകൊണ്ട് സമൂഹത്തിലെ ചില വ്യക്തികൾക്ക് ഈ വേദങ്ങൾ എന്ന് പറയുന്നത് പ്രസക്തം തന്നെയാണ്. പക്ഷെ നമ്മളെ പോലെയുള്ളവർ ഒരിക്കലും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലോ അല്ലെങ്കിൽ ഭക്തിയുത സേവനം ചെയ്യുന്നതിലോ ഒരിക്കലും ആസക്തി വെച്ച് പുലർത്താൻ പാടില്ല. കാരണം ആസക്തി വെച്ച് പുലർത്തി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലഭിക്കുക ബന്ധനം തന്നെയായിരിക്കും. നമ്മൾക്ക് എങ്ങനെ ഈ ബന്ധനത്തിൽ നിന്നും മോചിതനാകാം എന്നതാണ് ഭഗവാൻ അർജുനന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതിൽ തന്നെ വീണ്ടും നമ്മൾ ആസക്തി വെച്ച് പുലർത്തുകയാണ് എങ്കിൽ വീണ്ടും നമ്മൾ ഈ ബന്ധനത്തിൽ തന്നെ ആയിപ്പോവും. പക്ഷെ ഈ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ അവരിൽ ചിലർക്കെങ്കിലും മനസ്സിലാകും തങ്ങൾ ആഗ്രഹിക്കുന്ന അതില് ഈ വ്രതം എന്തിനാണോ അനുഷ്ഠിക്കുന്നത് അത് എന്താണ് ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ താൽക്കാലികമാണ് എന്നും അതിൽ ശ്രേഷ്ഠമായത് ഭഗവാനും ഭഗവാന്റെ ഭക്തിയുത സേവനവുമാണ് എന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും. അങ്ങനെ ഭക്തിയുത സേവനത്തിലേക്ക് വരുന്ന അനേകം വ്യക്തികൾ ഉണ്ട് താൻ. ഇപ്പം ഈ നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ
ധ്രുവ മഹാരാജാവ് അദ്ദേഹം ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട്, അതായത് അത്രയും നാളും അതികഠിനമായ തപശ്ചര്യകളൊക്കെ അനുഷ്ഠിച്ചിട്ട് ഭഗവാനെ കാണുമ്പോ അദ്ദേഹം പറയുന്ന, അത് ധ്രുവ മഹാരാജാവ് ഭഗവാനെ വാഴ്ത്തിക്കൊണ്ട് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. സ്ഥാനാഭിലാഷീ തപസേ സ്ഥിതോഹം ത്വം പ്രാപ്തവാൻ ദേവ മുനീന്ദ്രഗുഹ്യം കജം ന പിൻവന്നപി ദിവ്യരത്നം സ്വാമിൻ കൃതാർത്ഥോസ്മി വരം ന യാചേ. സ്ഥാനാഭിലാഷി തപസി സ്ഥിതോഹം. ഞാൻ തപശ്ചര്യകൾ അനുഷ്ഠിച്ചത് സ്ഥാനാഭിലാഷി, സ്ഥാനങ്ങളും അഭിലാഷങ്ങളും സ്ഥിതോ ആഗ്രഹിച്ചിട്ടാണ്. ത്വം പ്രാപ്തവാൻ ദേവമുനീന്ദ്ര ഗുഹ്യം, അതായത് ത്വം അങ്ങയെ പ്രാപ്തവാൻ ലഭിക്കുവാൻ ദേവമുനി ഇന്ദ്രഗുഹ്യം, ദേവന്മാർക്കും മുനിമാർക്കും ഇന്ദ്രന്മാർക്കും തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കച്ചം ന പിൻവൻ അഭിദിവ്യരത്നം, അതായത് കച്ചം, ധ്രുവ മഹാരാജാവ് തന്നെ പറയാണ്, ഞാൻ തേടി വന്നത് എന്താണ്? ചില്ലുകളാണ്. പക്ഷെ എനിക്ക് ലഭിച്ചത് എന്താണ്? അഭിദിവ്യരത്നം, എനിക്ക് ലഭിച്ചത് ദിവ്യമായ രത്നമാണ്. സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാചേ. സ്വാമിൻ, അല്ലയോ സ്വാമി, അല്ലയോ ഭഗവാനെ, കൃതാർത്ഥോസ്മി, ഞാൻ കൃതാർത്ഥനാണ്. വരം നയാജി, ഞാൻ ഒരിക്കലും അങ്ങയിൽ നിന്നും വരം യാചിക്കുകയില്ല, ഇത് വരം ആഗ്രഹിക്കുകയില്ല, ഞാൻ ഒരിക്കലും അങ്ങയോട് യാതൊന്നും ആവശ്യപ്പെടുകയില്ല. ധ്രുവ മഹാരാജാവ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വന്നത്? തന്റെ അച്ഛന്റെ സ്നേഹം ലഭിക്കുവാനും തനിക്ക് രാജ്യം ലഭിക്കാനും ആ ഒരു ആസക്തിയൊക്കെ കൊണ്ടിട്ടാണ് ആ ഒരു ചെറിയ പ്രായത്തില് രാജകുമാരനായിട്ടും ആ കഠിനഘോരമായിട്ടുള്ള ആ ഒരു വനത്തിൽ വന്നിട്ട് ഇത്രയും കഠിനമായിട്ടുള്ള തപശ്ചര്യകളൊക്കെ അനുഷ്ഠിച്ചത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഭഗവാൻ മുന്നിൽ വന്നപ്പോ ധ്രുവ മഹാരാജാവ് തന്നെ പറയുന്നു, കജം ന ഭിൻവൻ അഭി ദിവ്യരത്നം. കജം, ഞാൻ തേടി വന്നത് എന്താണ്? ചില്ലുകളാണ്, അതായത് ഭൗതിക ആഗ്രഹങ്ങളാണ് ഞാൻ തേടി വന്നത്. അതൊക്കെ വെറും ചില്ലുകളാണ്, അതിനും ഒരു തിളക്കമൊക്കെ ഉണ്ട്. പക്ഷേ അഭിദിവ്യരത്നം, എനിക്ക് ലഭിച്ചത് അതിലും ശ്രേഷ്ഠമായ രത്നമാണ്, അതായത് ഭഗവാനെയാണ് എനിക്ക് ലഭിച്ചത്. ബാക്കിയൊക്കെ ചില്ലുകളാണ്, അതിന് തിളക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെറും ചില്ലുകൾ. പക്ഷേ ശ്രേഷ്ഠമായ രത്നം എന്ത്? അത് ഭഗവാനാണ്. സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാചി. ഏറ്റവും അവസാനം പറയുന്നു, സ്വാമിൻ, അല്ലയോ ഭഗവാനെ, കൃതാർത്ഥോസ്മി, ഞാൻ കൃതാർത്ഥനാണ്. വരം നയാചി, ഞാൻ ഒരിക്കലും അങ്ങയിൽ നിന്നും വരം ആഗ്രഹിക്കുന്നില്ല, വരം ചോദിക്കുകയില്ല എന്ന്. അപ്പൊ അതാണ് നമ്മള് ഭൗതിക ആഗ്രഹങ്ങൾ, ഭൗതിക ആസക്തി വെച്ചിട്ട് ഭക്തിയുത സേവനം അല്ലെങ്കിൽ ഇതുപോലെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ അനുഷ്ഠിച്ചാലും ചില വ്യക്തികൾ അവരില് സേവനം ചെയ്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും, എന്ത്, ഞങ്ങൾ അന്വേഷിക്കുന്നത് എന്താണ്? വെറും ചില്ലുകളാണ്. പക്ഷെ അതിലും ശ്രേഷ്ഠമായ ദിവ്യമായ രത്നം ഭഗവാനും ഭഗവാന്റെ പരമപദത്തിൽ എത്തുക എന്നുള്ളതും ഭഗവാന്റെ ഭക്തിയുത സേവനവുമാണ് എന്ന് മനസ്സിലാക്കും. ആ ഒരു ഘട്ടം എത്തുമ്പോ അവരും പറയും, സ്വാമിൻ കൃതാർത്ഥോസ്മി വരം നയാചേ. ഞാൻ സ്വാമിൻ, അല്ലയോ സ്വാമി, ഞാൻ കൃതാർത്ഥനാണ്, ഞാൻ അങ്ങയിൽ നിന്നും വരങ്ങളൊന്നും ആവശ്യപ്പെടുകയില്ല എന്ന്. അപ്പോ വേദങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രസക്തമല്ലാത്ത ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അത് പ്രസക്തം തന്നെയാണ്. ചില വ്യക്തികൾക്ക് അതൊരു തരത്തിൽ ഒരു രീതിയിൽ അത് പ്രസക്തം തന്നെയാണ്. ഇനി 46-ാമത്തെ ശ്ലോകം. ഇതെന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ശ്ലോകത്തിന്റെ ഉദാഹരണമായിട്ടാണ്, അതായത് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. യാവാനർത്ഥ ഉദപ്പാനെ സർവദാ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണ്യസ്യ വിജാനതഃ. ഒരു കൊച്ചു കുളത്തിന് നിറവേറ്റാൻ സാധിക്കുന്ന ആവശ്യമെല്ലാം വലിയ ഒരു ജലസംഭരണി കൊണ്ട് നിർവഹിക്കാം. അതുപോലെ വേദങ്ങളാൽ ഉദ്ദിഷ്ടമായതെന്തും അവയുടെ ഉൾപ്പൊരുളറിയുന്നത് കൊണ്ട് നേടാവുന്നതാണ്. അതായത് വേദങ്ങളുടെ പർപ്പസ് എന്താണെന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. എന്താണ് വേദങ്ങളുടെ ഉദ്ദേശം എന്നത് അവിടെ ഈ ഭാവാർത്ഥത്തിൽ നമുക്ക് ഉദാഹരണമായിട്ട്, അതായത് കൂടുതൽ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് 15-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകമാണ്. അതായത്
സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാന അപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേവ ചാഹം. അതായത് സർവജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. അതായത് ഈ ഒരു ശ്ലോകത്തിൽ വേദത്തിന്റെ പ്രസക്തി എന്താണ്, ഇതിന്റെ പർപ്പസ്, അതിന്റെ ലക്ഷ്യം എന്താണെന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അതായത് വേദങ്ങളിലൂടെ നമ്മൾ അറിയേണ്ടത് ഭഗവാനെയാണ്. പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ കുറിച്ചിട്ടാണ് നമ്മൾ വേദങ്ങളിലൂടെ അറിയേണ്ടത്. അതല്ലാതെ അതിന്റെ പുഷ്പിതമായ വാചകങ്ങളിലേക്ക് നമ്മൾ പോയിട്ട് അതിന്റെ ഫലാസക്തിയെ കുറിച്ചിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് അതിലൂടെ ഭഗവാനെ അറിയുക. അതുപോലെ ബ്രാഹ്മണ്യസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രത്യേക തരം ഒരു ജാതിയെ എടുത്ത് കാണിക്കുക, അങ്ങനെയല്ല. ബ്രഹ്മത്തെ അറിയുന്നവൻ, അതാണ് ബ്രാഹ്മണൻ. ആ ബ്രഹ്മത്തെ മനസ്സിലാക്കുക. അതായത് സർവവേദങ്ങളുടെയും ഉത്കൃഷ്ടമായത്, ഏറ്റവും പരമമായത് എന്ത്, ഭഗവാനാണ് എന്ന് സർവവേദങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോ ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്കിന്ന് അവസാനിപ്പിക്കാം. കാരണം ഇനി 47, 48, 49 ശ്ലോകങ്ങളിലായിട്ട് ഈ ബുദ്ധിയോഗം എന്നത് എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 47, 48, 49. അപ്പൊ 39ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ബുദ്ധിയോഗത്തിന്റെ ഒരു ആമുഖം കൊടുത്തു. എന്താണ് ബുദ്ധിയോഗം എന്നത്? ആ ബുദ്ധിയോഗം നീ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ കർമ്മബന്ധങ്ങളിൽ നിന്ന് നിനക്ക് മോചിതനാകാം എന്ന് പറഞ്ഞു. അതുപോലെ 40ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഇത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ലാഭമോ നഷ്ടമോ ഉണ്ടാകുകയില്ല. 41 പറഞ്ഞു വ്യവസായാത്മിക ബുദ്ധി അല്ലേ. എന്താണ് വ്യവസായാത്മിക ബുദ്ധി? അത് ഏകചിന്ത, അതായത് ലക്ഷ്യബോധത്തോടെ ഉറച്ച മനസ്സോടെ ഒന്നാണ് വ്യവസായാത്മിക ബുദ്ധി. പക്ഷെ അതില്ലാത്തവർ, അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ ചിന്തകൾ പല ഡയറക്ഷനിലേക്ക്, പല ഇതിലേക്ക് പോകും എന്ന് നമ്മൾ കണ്ടു. അത് എങ്ങനെയാണ് പോകുന്നത് എന്ന് 42, 43 ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു അല്ലെ. ഈ ഭോഗ ഐശ്വര്യ, അതുപോലെ സ്വർഗലോക പ്രാപ്തി, അതുപോലെ ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതൊക്കെ വെച്ച് പുലർത്തുമ്പോഴാണ്, അതൊക്കെയാണ് ഈ വ്യവസായാത്മിക ബുദ്ധി പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്. ആ തടസ്സങ്ങൾ എന്തെന്ന് നമ്മൾ 42, 43 ശ്ലോകങ്ങളിലായിട്ട് കണ്ടു. 44ാമത്തെ ശ്ലോകത്തില് അതായത് വ്യവസായാത്മിക ബുദ്ധി ഇല്ലാതാകുന്ന അവസ്ഥ, അതായത് ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ മനസ്സ് അപഹൃതമായിട്ട്, ഭോഗം ഐശ്വര്യം ഇവയില് മനസ്സ് അപഹരിക്കപ്പെട്ടിട്ട് ഈ ബുദ്ധി ഇല്ലാണ്ട് ആകുന്നു. അതുപോലെ 45ാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു അല്ലെ, വേദങ്ങളിൽ എന്ന് പറയുന്നത് ത്രിഗുണങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ചർച്ച ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവയെ മറികടക്കണം എന്ന് നമ്മൾ കണ്ടു. അതുപോലെ എന്തിൽ അടിസ്ഥാനപ്പെടുത്തി നിൽക്കണം? ആത്മീയമായിട്ടുള്ള ചിന്തയിൽ നമ്മൾ അടിസ്ഥാനപ്പെടുത്തി നിൽക്കണം എന്നതും നമ്മൾ കണ്ടു. 46ാമത്തെ ശ്ലോകത്തില് നമ്മൾ കണ്ടു വേദങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്ന്. എന്താണ് വേദങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം? ഭഗവാനെ അറിയുക എന്നതാണ് യഥാർത്ഥ വേദങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് 40 മുതൽ 46 വരെയുള്ള ശ്ലോകങ്ങളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി 47, 48, 49 ശ്ലോകങ്ങളിലായിട്ട്, അതായത് ഇതുവരെ നമ്മൾ എന്താണ് ബുദ്ധിയോഗം എന്ന് കണ്ടു, അതിന്റെ അത് പ്രാക്ടീസ് ചെയ്താലുള്ള പ്രയോജനം എന്താണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ അതിന്റെ തടസ്സങ്ങൾ എന്തെന്ന് കണ്ടു, അതില് മറികടക്കണം എന്ന് നമ്മൾ കണ്ടു. അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അത് എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, എങ്ങനെ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി അടുത്ത 3 ശ്ലോകങ്ങളിൽ നമ്മൾ കാണുന്നത്. ഹരേ കൃഷ്ണ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.